ഫ്രണ്ട്സ്, അങ്ങനെ GDSന്റെ മൂന്നാമത്തെ ലിസ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടേണ്ടോ ഒക്കെ ഏകദേശം 500 മുകളിൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ് വന്നിരിക്കുന്നത് കേരള സർക്കിളിൻ്റെ മാത്രമായിട്ട്. അപ്പോൾ അത് ലഭിക്കുന്നതിനായിട്ട് PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ടുള്ള കോളം കാണാം. അവിടെ കാണാം ഇന്ത്യ പോസ്റ്റ് ഓഫീസ് GDS റിസൾട്ട് 2025 മെറിറ്റ് ലിസ്റ്റ് 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഈ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കേരള സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ അതിൽ ലിസ്റ്റ് 1, 2, 3. ഇപ്പോൾ ലിസ്റ്റ് 1ഉം 2 ഒക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി ലിസ്റ്റ് 3 ആണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റ് 3 ആണ്. അപ്പോൾ ലിസ്റ്റ് 3 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കേരള സർക്കിളിൻ്റെ കാണാൻ പറ്റും. ഇനി GDSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട അനുബന്ധങ്ങളുടെ ഡയറക്റ്റ് ലിങ്കുകളാണ്. അപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 1 വന്നപ്പം ചെയ്ത വീഡിയോ ആണ്. അതിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ആ വീഡിയോ കാണാം. അതോടൊപ്പം നമുക്ക് നേരെ ലിസ്റ്റിലേക്ക് വരാം. ഇതാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് 19, അതായത് മെയ് 19 ഈ പറയുന്ന ലിസ്റ്റ് വന്നിരിക്കുന്നത്. 19/5/2025 ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് കേരള സർക്കിൾ ലിസ്റ്റ് 3. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾ ഈ പറയുന്ന ഡേറ്റ് ആണ് കട്ട് ഓഫ് ഡേറ്റ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. 3/6/2025. ഓക്കെ, 3/6/2025 പറഞ്ഞാൽ ആ ഡേറ്റിന് നിങ്ങൾ ചെല്ലാനല്ല പറയുന്നത്. ഈ ഡേറ്റോ അതിൻ്റെ ഉള്ളിലോ നിങ്ങൾ ചെല്ലണം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകാം. ആ ഡേറ്റ് വരെ കാത്തിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകാം. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകേണ്ട എവിടെയാണ് നമ്മൾ പോകേണ്ടത്, ഏത് ഓഫീസാണെന്നുള്ളത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഈ ലാസ്റ്റ് കോളത്തിലാണ് കൊടുത്തിട്ടുണ്ടാകുക കേട്ടോ. ഓക്കെ, ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകേണ്ട കോളമാണ്. നിങ്ങൾക്ക് കിട്ടിയ ഡിവിഷൻ ഏതാണെന്നുള്ളത് ഈ രണ്ടാമത്തെ കോളത്തിൽ സീരിയൽ നമ്പർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോളത്തിൽ ഉണ്ടാവും കിട്ടിയ ഡിവിഷൻ. ഓക്കെ, അപ്പോൾ ചില വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തതിനനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാവും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വേറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സാണിത്. അപ്പോൾ ഏത് ഡിവിഷനിലാണ് നിങ്ങൾ പോകേണ്ടത് എന്നുള്ള അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾ പോകേണ്ടത്. പിന്നെ നിങ്ങളുടെ നമ്പറാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. ഇത് നോക്കുക, നിങ്ങൾ ചെക്ക് ചെയ്യാം നിങ്ങളുടെ ഇതിൽ റാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഏകദേശം 500 സംതിങ് ആണ്. ഇത് അവിടെ കാണാൻ നിങ്ങൾക്ക് 522 ഉദ്യോഗാർത്ഥികളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് SMS ആയിട്ടും മെയിലായിട്ടും വരും. ഇനി SMS ആയിട്ട് മെയിലായിട്ട് വന്നിട്ടില്ലെങ്കിലും ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുക. ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോവുക. മെയിലും SMS വരാൻ കാത്തിരിക്കേണ്ട. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് അത് ഡിലേ ആയാൽ നിങ്ങളത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 19/5/2025 ഈ പറയുന്ന ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും മറക്കണ്ട, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഇവിടെ വന്നിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഈ പറയുന്ന ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്ന പേജിൽ തന്നെ ആ പോസ്റ്റ് തന്നെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ ആ ഒരു ടേബിളിന് താഴെ ഈ ലിസ്റ്റ് 1ൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് 1ൻ്റെ വീഡിയോ എല്ലാം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും അപ്ഡേഷനൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.